5 കാര്യങ്ങൾ അറിയാതെ പോലും അള്ളാഹുവിനോട് ചോദിക്കരുത്. 5 കാര്യങ്ങൾ ദുആ ചെയ്യരുത്. അറിയാതെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണതൊക്കെ. നമ്മുടെ ജീവിതത്തെ അത് തകർത്തു കളയും. എന്നാൽ അത് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, പലപ്പോഴും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ആ ദുആ സ്വീകരിക്കാനായി ഒരു ചെറിയ വാക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതേതാണെന്ന് പഠിക്കണം. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും നീക്കി റാഹത്തായ ജീവിതം ആസ്വദിക്കാൻ സബാഹുൽ ഖൈർ അള്ളാഹു ഒരു നിമിത്തമാക്കി തരുമാറാകട്ടെ. അപ്പോഴേ ദുആ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ? അൽഹംദുലില്ലാ. അള്ളാഹിനോട് എന്തൊക്കെ ചോദിക്കാം? എന്തും ചോദിക്കാം റബ്ബുൽ ആലമീനോട്. ചില ദുആയിന് പ്രത്യേകതകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സ്വതക്ക ചെയ്തിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകതയുണ്ട്. നിസ്കരിച്ചിട്ടുള്ള ദുആക്ക് പ്രത്യേകതയുണ്ട്. ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള ദുആക്ക് പ്രത്യേകതയുണ്ട്, അല്ലേ? ഇതൊക്കെ പ്രത്യേകതയുണ്ട്. അങ്ങനെ ഏത് കാര്യത്തിലും എങ്ങനെ നിങ്ങൾക്ക് ദുആ ചെയ്യാം. എന്തിനേറെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാലും നിങ്ങൾക്ക് അള്ളാഹിനെ വിളിക്കാം, അള്ളാഹിനോട് ദ്വാരക്കാം, അല്ലേ? എന്നാലേ അറിയാതെ പോലും 5 കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കരുത്. അങ്ങനെ പതിവായി ചോദിക്കുന്ന മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതം തകർന്നു പോകാൻ കാരണമാകും. ജീവിതം തകരും. അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാനായിട്ട് ഒരു കാര്യം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അള്ളാഹു സ്വീകരിക്കും. ഇഖ്ലാസ് ഉണ്ടെങ്കിലേ അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ ഏതാണ് ആ കാര്യം എന്നും കൂടെ പഠിക്കണം, അല്ലേ? അപ്പോൾ ഏതായാലും ഒരിക്കലും അള്ളാഹിനോട് ദ്വാരക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ ഏതാണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയാലോ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അങ്ങനെ ദുആ ചെയ്തതുകൊണ്ടായേക്കാം. അപ്പോൾ തൗബ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 5 കാര്യങ്ങൾ ചോദിക്കരുത്. ഒന്ന് എന്താണ്? തെറ്റുകൾ ചെയ്യാനുള്ള അവസരത്തിനായി അള്ളാഹിനോട് ദ്വാരക്കരുത്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. തെറ്റ് ചെയ്യാനിപ്പോൾ ആരോ ഉസ്താദെ അള്ളാഹിനോട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളെ പലിശക്ക് എടുക്കാൻ പോവാണ്, ലോൺ എടുക്കാൻ പോവാം. നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാര പഠിച്ചോനെ, നാളെ എൻ്റെ ഇക്കാക്ക് ലോൺ എടുക്കാൻ പോകുമ്പോൾ ലോൺ കിട്ടണേ അല്ലാ. പോയി. കാരണം എന്താ? അവിടെ ഹറാമായ കാര്യമാണ് അള്ളാഹിനോട് ചോദിക്കണത്. ഹറാമായത് ചോദിക്കരുത്. അത് ചില ഘട്ടങ്ങളിൽ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാവും. അറിഞ്ഞുകൊണ്ടാന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഈമാൻ തെറ്റിപ്പോയി കാഫിറാകാൻ വരെ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലാണ്ടെങ്കിൽ പറഞ്ഞത്, നാളെ എൻ്റെ ഇക്കാക്ക അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും, പഠിച്ചോനെ ബിസ്മില്ലാ ലോൺ എടുക്കാൻ പോവാണ്, ഒന്ന് നടന്നാൽ മതിയായിരുന്നു. പേപ്പറൊക്കെ ശരിയാണ്, പുള്ളി ഒന്ന് ലോൺ അനുവദിച്ച് തന്നാൽ മതിയായിരുന്നു. പലിശ ഹറാമാണ്. ആ പലിശക്ക് എടുക്കാൻ പോണ നേരത്ത് എന്താ ചോദിക്കണേ? അള്ളാഹിനോട് ദ്വാരക്കാണ്. അപ്പോൾ ആ ദുആ അത് നമുക്ക് പ്രശ്നമായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ വ്യഭിചാരത്തിന് വേണ്ടി ദ്വാരക്കുന്ന ആളുകളുണ്ടോ? ഉണ്ട്. എത്രയോ ഹറാമിന് വേണ്ടി, കള്ളു കുടിക്കാൻ വേണ്ടി ദ്വാരക്കുന്ന ആളുകളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കുറച്ചോനെ ബീവറേജ് അടച്ചു പോലെട്ടല്ല എന്നത് വരക്കുന്ന ബിരുദന്മാരൊക്കെ ഉണ്ട്. അവളൊന്ന് സെറ്റായി കിട്ടിയിരുന്നെങ്കിൽ പഠിച്ചോനെ, അത് ദുആയാ. ഒരാൾ, ഞാനൊരു ഹോട്ടലിൽ, ഞാൻ ഏതാ ഹോട്ടലൊന്നും പറയണില്ല, എൻ്റെ ഈ സദസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കാണാറുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാഹു എന്നോട് പറഞ്ഞു ഒരു ദിവസം. ഞാനും വൈഫൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഒരു ഹോട്ടലിൽ. അപ്പോൾ ഞങ്ങളിരിക്കുമ്പോൾ ആ ഹോട്ടലിലൊരു പയ്യൻ, മാനേജറാണ്, എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ദ്വാരക്കാനുണ്ട്, ഉസ്താദ് ദ്വാരക്കണം. അപ്പം ഞാൻ കരുതി പഠിച്ചോനെ, ഇനി ആരെങ്കിലും എൻ്റെ കുടുംബത്തിൽ വയ്യാതെ കിടക്കുന്നുണ്ടോ? ഉസ്താദ് സ്വബാഹുൽ ഖൈറിൽ ദ്വാരക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയൊരു വിഷയമായിരിക്കുമല്ലോ. അപ്പോൾ എന്നോടിങ്ങനെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞോളൂ. ഇല്ല, ഞാൻ ഉസ്താദിനോട് തനിച്ച് പറയാനാണ്. ആയിക്കോട്ടെ. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറയാണ്, ഉസ്താദേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വബാഹുൽ ഖൈറിൽ ദ്വാരക്ക പോട്ടെ, അള്ളാഹു നല്ല സ്വാലിഹത്തായ ഇണയെ തരട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അത് വിഷയം അതല്ല. ആമീൻ. വിഷയം അതല്ല. പിന്നെ എന്താ വിഷയം? ഞാനൊരു പെൺകുട്ടീനെ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഗ്ലാമറുള്ള കുട്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവളോട് പ്രണയം തുറന്നു പറയാൻ പോവാണ്. ഉസ്താദ് സ്വബാഹുൽ ഖൈറിലും ദ്വാരക്കണം, എൻ്റെ ലവ് അവൾ അക്സെപ്റ്റ് ചെയ്യാൻ. ഒരറ്റടി കൊടുക്കണ്ട അവന്. ആലോചിച്ച് നോക്കിയേ, എന്തിനാണോ ദ്വാ ചെയ്യുന്നത്? ദ്വാരക്കുന്നത് എന്തിനൊക്കെയാണ്? അപ്പോൾ ഇത്
ഈ സംസാരം പോലും അത് ഹറാമാണ് ഇല്ലേ? ആ ഒരു നോട്ടം പോലും വ്യഭിചാരത്തിൻ്റെ നോട്ടമല്ലേ? പിന്നെയാണ് അവിടെ കൊണ്ടുവന്ന് ദ്വാ കയറ്റി വെക്കുന്നത്. ഇതൊരു മനുഷ്യന്മാരാണ് ഇത് പഠിച്ചോനെ. അപ്പോൾ പ്രണയം പറ്റൂല ഉസ്താദേ? പ്രണയിക്കണം. ആരെ പ്രണയിക്കണം? കെട്ടിയോളെ പ്രണയിക്കണം, കെട്ടിയോനെ പ്രണയിക്കണം. അല്ലാതെ അന്യ ആണും അന്യ പെണ്ണും തമ്മിലുള്ള പ്രണയം നിഷിദ്ധമാണ്, ഹറാമാണ്. ഇനിയിപ്പോൾ ഒരു പെൺകുട്ടിയെ നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു, പെട്ടെന്ന് നമ്മൾ കണ്ടു, ഇഷ്ടമായി, അൽഹംദുലില്ലാ, എന്ത് ചെയ്യണം? കല്യാണം അത് പ്രപ്പോസലായിട്ട് മാതാപിതാക്കളിലേക്ക് നീങ്ങണം. അല്ലാതെ അവളോട് നിന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്കെന്നെ ഇഷ്ടമാണ്, അത് ചോദിക്കാനൊന്നും ആയിട്ടില്ല. അതൊക്കെ കല്യാണവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെടുക, ശേഷം പെണ്ണ് കാണുന്ന അവസരത്തിൽ ഇതൊക്കെ ചോദിക്കാം. അല്ലാതെ ഹറാം. അതുകൊണ്ട് ആ ചോദ്യത്തോടെ നിർത്താൻ വേണം കേട്ടോ. പിന്നെ കല്യാണത്തിന് മുമ്പുള്ള ഫോൺ വിളികൾ, അതൊക്കെ ഹറാമാണ്, അതൊക്കെ ഹറാമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അനുവദിക്കാത്ത തെറ്റുകൾ ചെയ്യാൻ അവസരം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ അത് നമുക്ക് തിരിച്ചടിക്കും. കാരണം അള്ളാഹിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തേത്, നാട്ടിൽ കുഴപ്പമിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. ഇവനൊന്നും പഠിക്കൂല, ഇനിയൊരു വെള്ളപ്പൊക്കവും കൂടെ വന്നാൽ മതി, അത് പഠിച്ചോനെ, ഇനിയൊരു വെള്ളപ്പൊക്കം, ഇവനൊന്നും പഠിക്കൂല, അപ്പോൾ നീ പഠിച്ചോ. ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇവനെ മാത്രമല്ല കൊണ്ടുപോകും, നിന്നെ അങ്ങ് കൊണ്ടുപോകും. ചില മനുഷ്യന്മാരുണ്ട്, അയൽവക്കത്തുള്ളവൻ എന്തൊരു ഇടങ്ങേറാണ്, പണ്ടാരം പിടിക്കാനായിട്ട് നശിച്ചു പോയാൽ മതിയായിരുന്നു. ഇങ്ങനെ പച്ചക്ക് കരക്കണവനുണ്ട്. പഠിച്ചോനെ നീ ഇതൊന്നും കാണില്ല, അല്ല എൻ്റെ കുടുംബത്തിൽ മുത്തപ്പന്മാരെ കിടന്ന് കാണിക്കണണ്ടാ, ഇതൊന്നും കാണില്ല പഠിച്ചോനെ, മനക്ക് നീ അങ്ങ് എടുക്കണേ, അല്ല എന്നൊക്കെ ദ്വാരക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. മോശമല്ലേ? അപ്പോൾ ഒരിക്കലും അങ്ങനെ നാട്ടിലേക്ക് നാശം ഇറങ്ങാൻ വേണ്ടി ദ്വാരക്കരുത്. ആദ്യം പെടുന്നത് നമ്മളായിരിക്കും. മനസ്സിലായോ? ശത്രുക്കളെയൊക്കെ നന്നാക്കാൻ. ഇനിയിപ്പോൾ ശത്രു എന്ത് ശത്രു, എത്ര വലിയ പാതകം നമ്മളോട് ചെയ്താലും അതിനേക്കാളും വലിയ ദ്രോഹം നമ്മൾ അള്ളാഹിനോട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അള്ളാഹ് നമുക്ക് പുറത്ത് തരുന്നില്ലേ? നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അയൽക്കാർ, അങ്ങ് പുറത്തു കൊടുത്തേക്ക് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, ബാക്കി അവരും അള്ളാഹിയും തമ്മിലായിക്കോളൂന്നേ. മനസ്സിലാവണ്ടോ? അപ്പോൾ എതിരായി അങ്ങനെ പ്രാർത്ഥിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. മൂന്നാമത്തേത്, നമുക്ക് യോജിക്കാത്ത പദവി അള്ളാഹിനോട് ചോദിക്കരുത്. അയിമത്തുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് ഒരു കഴിവില്ലാത്തൊരു മനുഷ്യൻ, സാധാരണക്കാരനാണ് അവൻ, അവനങ്ങനെ വലിയ കഴിവൊന്നുമില്ല, എന്നാലും വെറുതെ ഇരുന്നൊരു പഠിച്ചവനെ എന്നെ നീ പ്രധാനമന്ത്രിയാക്കണേ അല്ല, വെറുതെ അത് വരക്ക. കഴിവുറ്റ ഒരാളാണെങ്കിൽ അങ്ങനെ, ഓരോരുത്തർക്കും ഓരോ മേഖലയാണല്ലോ. അപ്പോൾ ആ മേഖലക്കനുസരിച്ച് ദുആ, അല്ലാണ്ട് വെറുതെ ഇരുന്നിങ്ങനെ ഒരു സ്വപ്നം കാണുന്നത് പോലെ അള്ളാഹിനെ പരിഹസിക്കുന്നത് പോലുള്ളൊരു ദുആ, അത് നല്ലതല്ലാത്തതാണ്. ഇനി നാലാമത്തേത്, പടച്ചോൻ എനിക്ക് ദീർഘായുസ് തരണേ അല്ല. ചോദിക്കാൻ പാടില്ല, ചോദിക്കാം, പക്ഷെ ഇവൻ ചോദിക്കണം അതിനല്ല. പടച്ചോൻ എനിക്ക് ദീർഘായുസ് തന്നായിരുന്നെങ്കിൽ, ഈ ദുനിയാവിൽ എവിടെയാണ് ഏറ്റവും നല്ല സ്കോച്ച് കിട്ടണം, അവിടെ പോയി സ്കോച്ച് കുടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ പറയാം അമേരിക്കയിലൊക്കെ എന്തൊരു ഗ്ലാമറുള്ള പിള്ളേരാണ്, ഒന്ന് പോയി അമേരിക്ക കാണണം. പടച്ചോനൊന്ന് ദീർഘായുസ് തന്നായിരുന്നെങ്കിലേ, അല്ലെങ്കിൽ പറയാം പടച്ചോൻ ദീർഘായുസ് തന്നായിരുന്നെങ്കിൽ 10 പുത്തനുണ്ടാക്കിയിട്ട് എല്ലാത്തിൻ്റെ മുമ്പിൽ ഞെളിഞ്ഞങ്ങോട്ട് നടക്കണം. പടച്ചോൻ ആയുസ് കൂട്ടി തന്നാൽ മതിയായിരുന്നു. ഒന്ന് ആലോചിക്കും, എന്തിനാ ദീർഘായുസ് ചോദിക്കണേ? ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക്, ഹറാമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. അത് ചോദിക്കാൻ പാടില്ല. ചോദിക്കേണ്ടത് എങ്ങനെയാണ്? പടച്ചോൻ എനിക്ക് നീ ദീർഘായുസ് ഹൈറാണെങ്കിൽ തരണയല്ല, ഹൈറായ നിലക്ക് ദീർഘായുസ് തരണയല്ല, നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകണയല്ല. ഇനി യാത്ര ചെയ്യാൻ ദീർഘായുസ് ചോദിച്ചുകൂടെ? ചോദിക്കാം. ഏത് നിലക്ക്? പടച്ചോനെ നിൻ്റെ ഭൂമിയിൽ നീ സൃഷ്ടിച്ചതാണ് ഇതെല്ലാം, ഇതൊക്കെ കാണാനുള്ള അവസരം, അത് കണ്ട് നിന്നെ സ്തുതിക്കാനുള്ള അവസരത്തിന് നീ ദീർഘായുസ് തരണയല്ല. ഇടയ്ക്ക് യാത്രയ്ക്ക് പോകണം, അത് സുന്നത്താണ്. ഖുൽ സീറൂ ഫിൽ അർള്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ യാത്ര ചെയ്യണേ. അള്ളാഹിൻ്റെ ഭൂമിയിൽ യാത്ര ചെയ്തിട്ട് അള്ളാഹിനെ സ്തുതിക്കണം. അപ്പോൾ ഊട്ടിക്കും കൊടൈക്കനാലൊക്കെ പോകണം. എന്തിനാ പോകണ്ടേ? അള്ളാഹിൻ്റെ ഭൂമി കാണാൻ, സന്തോഷിക്കാൻ, ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കൈയൊക്കെ പിടിച്ച് നടന്ന് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യണം. പക്ഷേ അന്യ ആണും പെണ്ണും മിക്സ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് ഏത് എക്സസൈസ് ആണെങ്കിലും അങ്ങനെ തന്നെ. അന്യ ആണും പെണ്ണും ഒരുമിച്ച് നിന്നിട്ടുള്ളൊരു എക്സസൈസും ഇസ്ലാം അനുവദിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യാത്ര ചെയ്യാം, അള്ളാഹ് അനുവദിച്ച രീതിയിൽ യാത്ര ചെയ്യാം, അതിനുവേണ്ടി ദീർഘായുസ് ചോദിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഹൈറിന് വേണ്ടിയാകണം. ഷർറായ ഒരു കാര്യത്തിന് വേണ്ടി ദീർഘായുസ് ഒരിക്കലും ചോദിക്കാൻ പാടില്ല. ഇനി അഞ്ചാമത്തതാണ് ഏറ്റവും ഡേഞ്ചറായ വിഷയം. സ്വന്തം ശരീരം, മക്കൾ, ഭാര്യ ഇവരൊക്കെ നശിക്കുന്നതിന് വേണ്ടി ദ്വാരക്കരുത്. സ്വന്തം ശരീരത്തിൻ്റെ നാശത്തിന് വേണ്ടി ദ്വാരക്കൽ എങ്ങനെയാണ്? എന്തെങ്കിലുമൊക്കെ പ്രശ്നം മക്കളൊക്കെ ആയിട്ടുണ്ടാകുമ്പോഴത്തേക്ക് ഈ പാണ്ടാരം പിടിച്ചോൻ്റെ ഇടയിൽ നിന്ന് പോയാൽ മതിയായിരുന്നു പടച്ചോനെ. ദേഷ്യം വന്നിട്ട് ഉമ്മായി മക്കളും തമ്മിൽ പ്രശ്നമാണ്, അതിൻ്റെ ഇടയിൽ ഉമ്മ ദ്വാരക്കാണ്, നീ എന്നെ അങ്ങ് എടുക്കല്ല, എടുക്കാത്ത എന്താണല്ല, എടുക്കല്ല. പിന്നെ എടുക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ എടുക്കാനായിട്ട് ആലോചിച്ചൊക്കെ. ചിലർ പറയും, ചില ഭാര്യമാരിലിപ്പോൾ പറയും, ഞാനൊക്കെ ഇല്ലാണ്ടാവട്ടെ, നിങ്ങൾ പഠിക്കും. നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ട്, നമ്മൾ മരിച്ചാൽ വരുമെങ്കിലും പാഠം പഠിക്കുന്ന. നമ്മൾ മരിച്ചാൽ നമ്മളാണ് പാഠം പഠിക്കുക. കാരണം എന്താ? നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ പടച്ചോനെ എടുത്തിട്ട് കൊണ്ടുപോകാനായിട്ട്? നമുക്ക് ഇപ്പോൾ കണ്ടില്ല പല ആത്മഹത്യകൾ നടക്കുന്ന അങ്ങനെയാണ്, വാശിപ്പുറത്ത്. ഞാൻ മരിക്കട്ടെ, അപ്പോൾ കെട്ടിയോ എടുത്ത് കാണിക്കണോ? അവൻ വേറെ പെണ്ണ് കിട്ടും എന്നല്ലാണ്ട് അനുഭവിക്കണം നീയായിരിക്കും ആഖിറത്തിൽ ചെന്നിട്ട്.
ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അങ്ങനെ സ്വന്തം ശരീരം നശിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മക്കളുടെ വിഷയത്തിൽ ദ്വാരക്കാൻ പാടില്ല മോശമായിട്ട്. മക്കളിൽ നിന്ന് എന്തെല്ലാം കുരുത്തക്കേടുണ്ടെങ്കിലും പാണ്ഡാരം മനുഷ്യനടങ്ങിറാക്കാനായിട്ടുണ്ടായത് പടച്ചോനെ നീ അത് കാണില്ലല്ല. അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ മക്കളോട് ഏതാണ് ഈ ശൈത്താൻ അല്ലേ, മണ്ടൻ പൊട്ടൻ എന്നൊക്കെ മാതാപിതാക്കളുടെ വായിൽ നിന്ന് വന്നാൽ അതങ്ങനെ തന്നെയാവും. മഹാനായ ബുഖാരി റഹിമഹുല്ല അവിടുത്തെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തി വെക്കുന്നൊരു സംഭവമുണ്ട്. താബിഈങ്ങളൊക്കെ ഒരു യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഒരു ഖബർസ്ഥാൻ എടുത്തുകൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഖബറിൽ നിന്ന് ഒരു ഖബർ ഇങ്ങനെ പിളർന്നിട്ട് ഒരു കഴുതയുടെ രൂപമുള്ളൊരു മനുഷ്യൻ ചാടി എണീറ്റ് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഓടി വന്നിങ്ങനെ നിലവിളിക്കുകയാണ്, എന്നിട്ട് വീണ്ടും ഖബറിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ താബിഈങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. എന്താണ് ഈ ഖബറിൽ സംഭവിക്കാനുള്ള കാരണം? നിങ്ങളിതേ ആ കാണുന്ന വീട്ടിൽ പോയി ചോദിച്ചോ. അങ്ങനെ നേരെ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രായമുള്ളൊരു ഉമ്മ ഉണ്ട്. ഉമ്മാനോട് ഈ താബിഈ പ്രമുഖർ ചോദിക്കുന്നുണ്ട്, ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ് കേട്ടോ, എന്താ സംഭവം ഇതെൻ്റെ മകൻ്റെ ഖബറാണ്, നിങ്ങളാ കണ്ടത് എൻ്റെ മകനാണ്, എന്താ സംഭവിച്ചത് ഉമ്മ ഒന്ന് പറയാവോ? ഒരിക്കലും എൻ്റെ മകൻ ഇങ്ങനെ വെള്ളമടിച്ച് വരുമ്പോൾ ഞാൻ വീട്ടിൽ ഖുർആൻ ഓതുകയാണ്. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ നീ വെള്ളം കുടിക്കല്ലേടാ, തള്ളം മിണ്ടാതിരിക്ക്, നീ ഇങ്ങനെ കള്ളു കുടിക്കല്ലേ മോനെ, കഴുത അമറുന്നത് പോലെ കിടന്ന് അമറല്ലേ തള്ളേ, മിണ്ടായിരിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനല്ലടാ നീയാണ് കഴുത, എൻ്റെ മോൻ മരിച്ചു, എൻ്റെ മോൻ മരിച്ച സമയത്ത് എൻ്റെ മകൻ്റെ മുഖം കഴുതയുടെ മുഖമായി മാറി. ഒരു ചെറിയ വാക്ക് മതി നമ്മുടെ മക്കൾ, ഉമ്മായിയുടെ വാപ്പാടെ മനസ്സ് നീറിയിട്ടുള്ളൊരു വാക്ക് നമ്മുടെ മക്കളുടെ ജീവിതം തകർക്കും, ദുനിയാവ് തകർക്കും, ആഖിറം തകർക്കും. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ പറഞ്ഞില്ലേ 30 ചില്ലാനം കൊല്ലം ദ്വാരന്നിട്ടാ മക്കൾ നന്നായി കിട്ടിയത്. മക്കളിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ഉടനെ എൻ്റെ മോനെ നന്നാക്കണയല്ല, മനസ്സറിഞ്ഞിട്ടുള്ള ദുആ, ആ ദുആ നഷ്ടപ്പെടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 കാര്യങ്ങൾ ഒരിക്കലും അല്ലാഹുവോട് ദ്വാരക്കരുത്. മനസ്സിലായില്ലേ? ജീവിതത്തിൽ അന്വർത്ഥമാക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാനായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാണ്. എപ്പോൾ ദ്വാരുന്നാലും അതിൽ മനോഹരമായ ചില പ്രാർത്ഥനകൾ കൂടെ ആഡ് ചെയ്യുക. അതിലൊന്ന് റബ്ബന വലംന അംഫുസന വ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബിയുടെ ദുആയാണ്, ഖുർആനിലുണ്ടല്ലോ. പടച്ചോനെ ഞാൻ എൻ്റെ ശരീരത്തോട് അക്രമം ചെയ്തു പോയി. അവിടെ അള്ളാഹിൻ്റെ മുമ്പിൽ ഒരു തുറന്ന് സമ്മതിക്കലുണ്ട്, ഒരു തൗബയുടെ സമ്മതം. ആ സമ്മതം എന്ത് ദുആ സ്വീകരിക്കപ്പെടാനും കാരണമാണെന്നാണ്. ഇപ്പോൾ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിൻ്റെ ആഴങ്ങളിലേക്ക് മത്സ്യത്തിൻ്റെ വയറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് പടച്ചോൻ എന്നെ രക്ഷിക്കണേ എന്നല്ല വരുന്നത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചോനെ ഞാൻ അക്രമികളിൽ പെട്ടുപോയി, ഞാൻ എൻ്റെ ശരീരത്തോട് അക്രമം ചെയ്തിട്ടുണ്ട്, നീ വലിയവനാണല്ലാ. ഇത് സമ്മതിക്കലാണ് അവിടെ. ആ ദുആ സ്വീകരിക്കപ്പെടാൻ അത് കാരണമായി എന്നാണ്. ആ ദിക്ർ ചൊല്ലിയില്ലായിരുന്നെങ്കിൽ യൂനുസ് ഖിയാമത്ത് നാൾ വരെ അവിടെ കിടന്നേനെ എന്നുള്ള പറഞ്ഞില്ലേ അല്ലേ? അപ്പോൾ ഈ ദുആ അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോൾ ദ്വാരുന്നാലും ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരക്കാം. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആഫിയത്ത് ദീർഘായുസിന് വേണ്ടി, മരിച്ചവരാണെങ്കിലും മഗ്ഫിറത്തിന് വേണ്ടി മക്കൾ ദ്വാരുന്നു. റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. പടച്ചോനെ അവർ ഞങ്ങളോട് ചെറുപ്പത്തിൽ കരുണ ചെയ്തതുപോലെ നിൻ്റെ കാരുണ്യത്തിൻ്റെ വർഷം നീ അവരിലേക്ക് ചൊരിയണേ അല്ലാ. മനസ്സിലായോ? ഇത് ദുആ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യയാണെങ്കിൽ ഭർത്താവിന് വേണ്ടി, എല്ലാത്തിലുപരി ലോക മുസ്ലിംകൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. മുത്തനബി പഠിപ്പിച്ച ദുആയാണ് ലോക മുസ്ലിംകൾക്ക് വേണ്ടി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ദ്വാരക്കാണെങ്കിൽ, ഹംദിൻ്റെയും സ്വലാത്തിൻ്റെ ഇടയിലാകുകയാണെങ്കിലൊക്കെ ദുആ സ്വീകരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇഖ്ലാസ് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ദുആ ചെയ്യാൻ, അവനിലേക്ക് അടുക്കാൻ റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. യാക്കൂബ് നബിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? യാക്കൂബ് നബിയുടെ മക്കൾ എത്രയാണ്? ആ ഒരു കൗണ്ട് ഉണ്ടല്ലോ, യാക്കൂബ് നബിക്ക് എത്ര മക്കളാണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു നീക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിന് വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഇന്ന് ഈ സദസ്സിൽ പങ്കെടുത്തതിൻ്റെ ബറക്കത്ത് കൊണ്ട് നിൻ്റെ കാരുണ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. പുണ്യ റജബ് ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ. എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണേ അല്ലാ. പടച്ചവനെ, കുടുംബങ്ങളിൽ ഖൈർ നൽകണേ അല്ലാ. ഇണകളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അസുഖബാധിതർ ധാരാളമുണ്ട്, പരിപൂർണ്ണ ശിഫാ നീ നൽകണേ അല്ലാ. ഖൈറായ ഇണകളെ വിവാഹം കഴിയാച്ചവർക്ക് നൽകണേ അല്ലാ. കഴിഞ്ഞവർക്ക് റാഹത്തായ ജീവിതം നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വീടില്ലാതെ വാടക വീടുകളിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, ഖൈറായ ഭവനം എത്രയും പെട്ടെന്ന് നീ എളുപ്പമാക്കണേ അല്ലാ. അർഹമുർ റഹീമായ കരുണക്കടലായ തമ്പുരാനെ, പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പലരും ഖബറുകളിലാണ്. എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈ മനസ്സലാമത്താക്കണേ അല്ല. പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹനീയ തീരം അറിവിൻ പൊൻതാരം സ്വബാഹുൽ ഖൈറ മജ്ലിസിൻ നൂരം. പതിനായിരങ്ങൾ അണയും സഭയോരം ഇംദാദി ഉസ്താദിൻ്റെ സ്വരപൂരം. അജബാലൊരു മജ്ലിസിത്, ഇൽമിൻ നിറകേദാരം. അറിവായിരമേകിടും, നന്മ വെളിച്ചം പകർത്തിയിടും. ഹംദാലെ തുടങ്ങിയിടും, മധു അറിവും പകർന്നിടും. വിക്റും സ്വലവാത്തും